നമസ്കാരം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരം വെളുക്കുന്നത് മുതൽ രാത്രിയാകുന്നത് വരെ ചെയ്ത് തീർക്കുന്നില്ലേ? അതിനിടയിൽ ഫുഡ് ഉണ്ടാക്കലും പാത്രം കഴുകലും അലക്കലും അതുപോലെ ക്ലീനിങ്ങും എല്ലാം പെടും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്ലീനിങ് നല്ല ബുദ്ധിമുട്ടാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഉറപ്പ് പറയാം, ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ സാറ്റർഡേയും സൺഡേയും നമുക്ക് ക്ലീനിങ്ങിനെ കുറിച്ചിട്ട്, ഡീപ്പ് ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കേ വേണ്ട. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എഴുതുന്നതിൻ്റെ മുന്നേ സാറ്റർഡേയും സൺഡേയും സ്റ്റാർ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. കാരണം അത് കാണുമ്പോൾ തന്നെ നല്ലൊരു മനസ്സുഖം. കാരണം ഈ ഒരു 2 ദിവസം നമുക്ക് ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നല്ല മോട്ടിവേഷനായിരിക്കും. ആദ്യം ചെയ്യുന്നത് മൺഡേത്തെ കാര്യമാണ്. മൺഡേ ഞാൻ ചെയ്യാറ് ഇതാണ്, അതായത് നമ്മുടെ വിളക്കൊന്ന് തുടക്കുക. ഇതിപ്പം ഓരോ മതസ്ഥരുണ്ടായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഏത് ജാതിയോ ഏത് മതമോ ആണെങ്കിലും അവരവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണോ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പം ഞാനിത് മൺഡേ ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പെണ്ണുങ്ങൾക്ക് എല്ലാ മൺഡേ ഇത് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ചേഞ്ച് ആക്കുക. ഇതിപ്പോൾ സബീനയില്ലേ, സബീനപ്പൊടി അതും പുളിയും ചേർത്തിട്ടാണ് തേക്കുന്നത്. പിന്നെ നമ്മുടെ പാലിൻ്റെ കവറില്ലേ, മിൽമ പാക്കറ്റ്, അത് വെച്ചിട്ട് ഇതിങ്ങനെ തുറക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ആ ഒരു പച്ച കളറൊക്കെ ഉണ്ടാവില്ലേ, എണ്ണയുടെ മെഴുക്ക്, അതെല്ലാം വേഗത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ കുറിച്ചുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഇതിപ്പം കണ്ടോ നല്ല പച്ച കളറുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച എനിക്ക് തേച്ചെഴുകാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ദിവസങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പം അകമൊക്കെ ഒന്നങ്ങ് അടിച്ചു വാരും അലക്കാനും പോവും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല. അടിച്ചു വാരലും അലക്കലും എന്നും ചെയ്യേണ്ട കാര്യമാണ്. ഇത് എക്സ്ട്രാ ഇന്ന് ചെയ്യേണ്ട വേറൊരു കാര്യം. ഈ പൂജാമുറിയിലെ ഓട്ടുപാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് ഓട്ടുപാത്രങ്ങളും ഇതേപോലെ സബീനയും അതുപോലെ തന്നെ പുളിയും ചേർത്തിട്ട് പാലിൻ്റെ പാക്കറ്റ് കൊണ്ടങ്ങ് തേച്ച് കഴുകിയ നല്ല വെട്ടിത്തിളങ്ങുന്നതായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്നങ്ങ് ചെയ്തു നോക്കുക കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ പുളി മാത്രം എടുത്തിട്ട് തേച്ചിട്ട് വൃത്തിയാവുന്നവരും ഉണ്ടാവും. പക്ഷേ എനിക്കതിനേക്കാളും സബീനയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. നല്ലൊരു മുരു, അതായത് റഫായിട്ട് ഇരിക്കുമല്ലോ, പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകും. ഇതെല്ലാം നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അത് അവിടെ തന്നെ ഞാനങ്ങ് ഉണങ്ങാൻ വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു തുണി കൊണ്ട് അപ്പോൾ തന്നെ തുടച്ചിട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പം ഞാനിങ്ങനെ അവിടെ തന്നെ അങ്ങ് വെക്കും. നല്ല കാറ്റും വെയിലും ഒക്കെ കൊണ്ടിട്ട് അതങ്ങ് സെറ്റായിക്കോളും. ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസത്തെ കാര്യമാണ് ചെയ്യുന്നത്. അതായത് ചൊവ്വാഴ്ച, ട്യൂസ്ഡേത്തെ കാര്യം. ട്യൂസ്ഡേ ആണ് ടോയ്ലറ്റ്, വാഷ്റൂം ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അതിപ്പം നമുക്ക് 2 ബാത്റൂം ഒരുമിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം വീട്ടിലെ എല്ലാ ബാത്റൂമും ചെയ്യാം. ഒരു ബാത്റൂം മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാം. അത് ട്യൂസ്ഡേക്ക് മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ബാത്റൂമൊക്കെ ഉണ്ടെങ്കിൽ, ടോയ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ട്യൂസ്ഡേയും വെനസ്ഡേ ആയിട്ട് മാറ്റാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ബുധനാഴ്ചത്തെ ദിവസം ഞാനിപ്പോൾ ട്യൂസ്ഡേ എല്ലാ വാഷ്റൂമും തേച്ച് കഴുകിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ഞാൻ ഇതുപോലെ നമ്മുടെ പൊടികൾ മുട്ടുക. അതായത് നമ്മുടെ മാറാല തട്ടുന്ന ദിവസം ബുധനാഴ്ചയാണ്. അപ്പോൾ മാറാല ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട സമയത്ത് മാത്രം ആ റൂമിലുള്ള മാറാല തട്ടുവാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്, എന്തായാലും ഈ ഒരു വടിയും കുന്തമൊക്കെ നമ്മൾ എടുക്കുമല്ലോ, അത് ഒരു ദിവസം എടുത്ത് ഒരു റൂം തട്ടി അവിടെ വെച്ച് പിറ്റേ ദിവസം എടുത്ത് വേറൊരു റൂം തട്ടി, അതിനേക്കാളും നല്ലത് ഇതെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ചായിരിക്കുമല്ലോ. ഇതൊക്കെ എടുത്തിട്ട് ആ എടുക്കുന്ന ദിവസം തന്നെ ഒന്നങ്ങ് ഓടിച്ചു പോവുക. ഒന്ന് മുകളിലേക്ക് നോക്കിയിട്ട് എല്ലാ റൂമിലും ഓടിച്ചു പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ ബുധനാഴ്ച ഇത് ചെയ്യുന്നുണ്ടല്ലോ. ബുധനാഴ്ച പൊടിമുട്ടുക എന്ന് പറഞ്ഞാൽ മാറാല തട്ടൽ മാത്രമല്ല കേട്ടോ, അതെന്തായാലും താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊടിയൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സോഫയും ഷോക്കേസും എല്ലാം ഒന്നങ്ങ് മുട്ടിയെടുക്കുക. എന്നിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അന്നത്തെ ദിവസവും അടിച്ചു വരിക. പക്ഷേ ജനലിലെ പൊടി ബുധനാഴ്ച മുട്ടുന്നില്ല, കാരണം അത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസമാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ജനലും കൂടെ നമ്മൾ ഇത് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നല്ല പണിയായിട്ട് തോന്നും. അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റി വയ്ക്കുക. നമ്മൾ മുകളിലുള്ള മാറാല തട്ടുക, പിന്നെ താഴെയുള്ള എല്ലാ ഭാഗങ്ങളും ഒന്ന് പൊടിയൊക്കെ മുട്ടിയെടുക്കുക, അടിച്ചു വാരുക. അത്രമാത്രം ബുധനാഴ്ച. ഇനിയിപ്പോൾ വ്യാഴാഴ്ച, തേഴ്സ്ഡേത്തെ കാര്യം. തേഴ്സ്ഡേ ആണ് നമ്മൾ തുടക്കേണ്ട ദിവസം. അപ്പം മൊത്തം എപ്പോഴും ചെയ്യുന്നത് പോലെ അടിച്ചു വാരി തുടക്കുക.
പക്ഷേ അടിച്ചു വാരുന്നതിൻ്റെ മുന്നേ ഒരു റൂം മാത്രം മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ആ ദിവസം ആ റൂമിലത്തെ ജനലൊന്ന് മുട്ടുക. പിന്നെ അതുപോലെ ഫാൻ നമ്മൾ ഓൾറെഡി തലേ ദിവസം നമ്മുടെ മാറാല തട്ടുമ്പോൾ പൊടിയൊക്കെ മുട്ടിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ആ ഒരു റൂമിലത്തെ മുട്ടാൻ അല്ലെങ്കിൽ എല്ലാം മുട്ടാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു റൂം സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഫാനിലെ പൊടിയൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ അതും കൂടെ ഒന്നങ്ങ് പൊടി മുട്ടുക. നനച്ച് തുടക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമുക്ക് ലാഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫാനൊക്കെ നനച്ച് തുടക്കുമ്പോൾ നമ്മുടെ ആ ഒരു റൂമിലേക്കൊന്നും പൊടിയാവില്ല കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ലാഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഫാന് അങ്ങനെ പൊടിയൊക്കെ മുട്ടിയത്. നിങ്ങളുടെ കയ്യിൽ ഏണി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നനച്ച് തുടക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാ സ്ഥലത്തും പൊടി പാറുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി റൂമാണ്. എന്തായാലും നമ്മളെല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടാകും. എന്നാലും മക്കളൊക്കെ പഠിക്കുന്ന സമയത്ത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക, വൃത്തിയാക്കാൻ. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നതിനേക്കാളും അവരെയും കൂടെ ഒന്ന് ഏബിൾ ആക്കുക. പക്ഷേ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ അവർ ചെയ്തൊന്നും നമ്മുടേതായ രീതിയിൽ പെർഫെക്ഷനൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി അതൊക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ട് വെക്കുക. ഞാനിപ്പോൾ കുറച്ച് A4 ഷീറ്റില്ലേ അതൊരു കവറിലാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും അവർക്ക് പ്രൊജക്റ്റും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആവശ്യമുണ്ടാവും. അവർക്ക് ആവശ്യമുള്ളത് ഒരു 10 20 ഒരു ഇതുപോലത്തെ ഒരു ക്ലിയർ ബാഗിലാക്കിയിട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അവരുടെ സ്റ്റിക്കേഴ്സ് അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കുക. പിന്നെ അവരുടെ ഒരുപാട് വർക്ക് പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്ത വർക്കൊക്കെ ഉണ്ടാവും, അതെല്ലാം വേറൊരു സെക്ഷനാക്കി മാറ്റുക. അങ്ങനെ നമുക്ക് ഓരോന്നും ഓരോ പാർട്ടായിട്ട് കവറിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അവർക്കും അത് എടുക്കാനും വെക്കാനും എളുപ്പമായിരിക്കും, നമുക്കും കാണാൻ നല്ലൊരു മനസ്സുഖമായിരിക്കും. പിന്നെ ഈ ഒരു ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈയെത്തും ദൂരത്തുനിന്ന് എല്ലാം ഒന്നങ്ങ് എടുത്ത് വെച്ചിട്ട് പൊടിയൊക്കെ ഒന്നങ്ങ് മുട്ടിയെടുത്തിട്ട് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു റൂമും കൂടെ വൃത്തിയാക്കാൻ സമയം ഉണ്ടെങ്കിൽ അടിച്ചു വാരുന്ന കൂട്ടത്തിൽ ആ റൂമും കൂടെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നില ഒന്നങ്ങ് തുടച്ചെടുക്കുക. ബാക്കി വേറെ ഒരു സ്ഥലങ്ങളിലും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല. 1 2 റൂം മാത്രം ചെയ്തിട്ട് പതിവ് പോലെ നമ്മുടെ എല്ലാ വ്യാഴാഴ്ചയും നിലം തുടച്ചെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത വ്യാഴാഴ്ച വേറെ 2 റൂം അല്ലെങ്കിൽ കിച്ചണും നമ്മുടെ സ്റ്റോർ റൂമുമായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക. മൊത്തമായിട്ട് ഒന്നങ്ങ് അടിച്ചു വാരിയിട്ട് തുടക്കുക. അങ്ങനെ ഇനി വെള്ളിയാഴ്ചത്തെ ദിവസമാണ് ബെഡ്ഷീറ്റ് മാറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാ ബെഡ്ഷീറ്റും ഒരുമിച്ചെടുത്തിട്ടാണ് അന്നത്തെ ദിവസം നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കുന്നത്. അപ്പോൾ ഇത് വെള്ളിയാഴ്ചകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇതങ്ങ് ഓടിക്കോളും. ഈ രീതിയിൽ പണികൾ നമ്മൾ കഷ്ണാക്കിയിട്ട് എടുക്കുവാണെങ്കിൽ 1 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡീപ്പായിട്ട് വീട് മൊത്തം ക്ലീനായിട്ട് കിട്ടും. ഒരു തവണയെങ്കിലും 1 മാസമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ അതെൻ്റെ അടുത്ത് പറയണേ. പിന്നെ നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ അമ്മയോ എല്ലാവരും കൂടിയാണ് നമ്മളെ സഹായിച്ച് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമുക്ക് എല്ലാവരും എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഒരാൾ മാത്രം ചെയ്യുവാണെങ്കിലാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക. ഇനിയിപ്പോൾ സഹായത്തിന് നമുക്ക് വേറെ ആരെങ്കിലും നമ്മൾ വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ പല പല ദിവസങ്ങളിലായിട്ട് ചെയ്യേണ്ടി വരില്ല. ഇതിപ്പം ഒറ്റൊരാൾ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിലാണ് ഇത് മാക്സിമം നമുക്ക് ഉപകാരപ്പെടുക. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ തറ തുടക്കലും വണ്ണാമ്പല അല്ലെങ്കിൽ മാറാല തട്ടലും അതുപോലെ തന്നെ നമ്മുടെ ഒരു റൂമിൻ്റെ ജനൽ വൃത്തിയാക്കലും ബാത്റൂം കഴുകലും എല്ലാം കഴിഞ്ഞിരിക്കും. 1 മാസം ആകുമ്പോഴത്തേക്കോ വീട് മൊത്തമായിട്ട് ക്ലീനായിട്ടും കിട്ടും. കാരണം ഓരോ മാസത്തെയും വ്യാഴാഴ്ച ദിവസമാണല്ലോ 1 2 റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ 4 ആഴ്ച ആകുമ്പോഴത്തേക്ക് 1 മാസം കൊണ്ട് വീടിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ക്ലിയർ ആക്കി കിട്ടും. പിന്നെ നമ്മൾ എഴുതുന്ന കാര്യം മറന്നു പോവണ്ട. ഇതുപോലെ ഒന്നങ്ങ് നമ്മൾ എഴുതി വയ്ക്കുക. എഴുതി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതേ രീതിയിലാവണമെന്നില്ല. നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പണികളും മാറ്റിയിട്ട് സെറ്റാക്കി വയ്ക്കുക. പിന്നെ 2 ദിവസം ഒന്നങ്ങ് ഫ്രീ ആക്കി വിടുക കേട്ടോ. സാറ്റർഡേയും സൺഡേയും. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇതൊന്നും നടക്കില്ല, അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സാറ്റർഡേയും സൺഡേയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളവർ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് മറ്റ് ജോലികൾക്കിടയിൽ നമ്മുടെ ഒരു ക്ലീനിങ് ലഘുവാക്കാൻ വേണ്ടിയിട്ട് വരുന്ന അല്ലെങ്കിൽ ചെയ്ത ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഇത് എഴുതി വെച്ചിട്ട് നമ്മൾ ഷെൽഫിലൊക്കെ വെക്കുവാണെങ്കിൽ എഴുതിയത് വെറുതെ ആയിപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്ന എവിടെയെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇന്നതാണല്ലോ, അല്ലെങ്കിൽ മൺഡേ ആകുമ്പോൾ ഇന്ന് വിളക്ക് തുറക്കേണ്ട ദിവസമല്ലേ,
ചൊവ്വാഴ്ച ആകുമ്പോൾ ഇന്നല്ലേ ടോയ്ലറ്റ് കഴുകേണ്ടത്. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓർത്തോർത്തങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ഉറപ്പ് പറയാം. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്നങ്ങ് കിടന്നതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക. അവർക്കും വേണമെങ്കിൽ സക്സസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ. താങ്ക്